ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ ചാനലിൻ്റെ പേരാണ് റോക്കിംഗ് വിത്ത് തന്ത വൈപ്പ്. എങ്ങനെയുണ്ട് ചാനലിൻ്റെ പേര്? അടിപൊളിയല്ലേ? സോ ബേസിക്കലി ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു പോഡ്കാസ്റ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇതൊരു തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80s 90s കിഡ്സ്, ആ സമയത്ത് ജനിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ചാനലാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ സമയത്ത് നമ്മുടെ പ്രായമൊക്കെ ഏകദേശം ഒരു 40സിനടുത്ത് എത്തിക്കാണും. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു കൈൻഡ് ഓഫ് മിഡ് ലൈഫ് ക്രൈസിസും ഡിപ്രഷനും പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയായിരിക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല കാര്യങ്ങളിലും ഇന്നത്തെ തലമുറയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ചിന്താഗതികൾ തോന്നി തുടങ്ങും. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനും നമ്മുടെ ഒരു ജീവിതചര്യ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ചെയ്യാവുന്ന പൊടിക്കൈകൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ മറികടക്കാമെന്നുള്ള രീതിയിലും ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഹാബിറ്റുകൾ എങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ തുടക്കം തന്നെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എനിക്കിത് നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു 3-4 മാസം മുമ്പ്. എനിക്ക് രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും വളരെയധികം ഒരു വിഷമം. പക്ഷേ അതിൻ്റെ കാരണം എന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങി, എന്താണ് പ്രശ്നം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഇത് ഒരു സുഖകരമായ ഒരു ചിന്താഗതിയല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ ജീവിത രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. സോ അതെനിക്ക് പോസിറ്റീവ്ലി ഒത്തിരി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചില മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചായിരുന്നല്ലോ നിങ്ങളോട്. അപ്പോൾ ഒരു മാറ്റം ഞാൻ ചെയ്തതെന്നു പറഞ്ഞാൽ, ഞാൻ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും പറ്റാവുന്ന രീതിയിൽ രാവിലെ തന്നെ എണീക്കും. ഒരു 6-6:30 ആകുമ്പോഴേക്കും എണീക്കാൻ തുടങ്ങും. ആ സമയത്ത് എണീക്കും, ഒരു 2 to 3 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിക്കും. പിന്നെ ഞാനൊരു പാട്ട് കേൾക്കും. എനി പാട്ട്, നല്ല നല്ല ഹാപ്പി മൂഡുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കും. പിന്നെ അടുത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 5-10 പുഷപ്പ്. 5-10, ഞാനിപ്പോൾ ഒരു 50 ആയി. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരു 50 പുഷപ്പ് പ്ലസ് പറ്റാവുന്ന രീതിയിൽ ഒരു പ്ലാങ്കോ എന്തെങ്കിലും ചെയ്യും. സോ ഇത് മാക്സിമം എനിക്കൊരു 10 മിനിറ്റ് എടുക്കും. എഗെയിൻ ഞാനിത് കേൾക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ ഒരു പോഡ്കാസ്റ്റും കേൾക്കും. സോ ഇങ്ങനെ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരിയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി തുടങ്ങി. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് എനിക്ക് ഒരു 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 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രാവിലെ തോന്നുന്നൊരു വിഷമം ഉണ്ടായിരുന്നില്ല. ആ വിഷമങ്ങളെല്ലാം പ്രത്യേകിച്ച് മാറാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഒരു ഹാബിറ്റും ഡിസിപ്ലിനും നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ല വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വ്യായാമം കഴിഞ്ഞു. ഞാനൊരു 50 പുഷപ്പ് എടുത്തു, ഒരു 3 മിനിറ്റ് പ്ലാങ്ക് ചെയ്തു. ആ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പോഡ്കാസ്റ്റ് കേട്ടു. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. സോ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബണ്ണും പിന്നെ ബീഫ് സ്റ്റൂ ആണ്, ഒരു കാപ്പിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ
എൻ്റെ മെയിലുകൾ അഥവാ ജോലിയിലേക്ക് കയറും. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് കേൾക്കാം. അലക്സ, can you play Malayalam romantic music 2000s? Here's a station for Malayalam romantic 2000s music on Amazon Music. ഏത് പാട്ടാണോ ഇത്? ഒരു ഐഡിയയില്ല. അലക്സ, സ്റ്റോപ്പ്. ഇതെല്ലാം ഒരു ചെറിയ പോഡ്കാസ്റ്റ് സെഷൻ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. പിന്നെ നമ്മുടെ ഹോബീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കാപ്പി കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു പാട്ട് കേൾക്കാം. ഞാൻ യൂട്യൂബിലൊരു പാട്ടിട്ടുണ്ട്, ക്രോം പാസ്റ്റ് ചെയ്ത്. നമ്മുടെ അലക്സ അത്ര നല്ല റിസൾട്ടല്ല വന്നത് ഇന്ന് രാവിലെ. അലക്സ, സ്റ്റോപ്പ്. ഈ പാട്ട് ഏതാന്ന് പറയാമോ?
അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ പാട്ട് സെക്ഷൻ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് ഏത് പാട്ടാകട്ടെ? ചാഞ്ചക്കം തെങ്ങിയും. ഇത് ഏത് സിനിമയിലാണെന്നറിയാം നമുക്ക്? പഴയൊരു സിനിമയാണ്, 92-ലെ ജോണി വാക്കർ എന്ന് പറഞ്ഞ പടം. അതിൻ്റെ അകത്തെ പാട്ടാണത്. കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കിടക്കുന്ന പാട്ട്. അപ്പോൾ ആദ്യമായിട്ടു എന്തായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒരു പാട്ട് കേൾക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ തന്നെ മൊബൈലിലും നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി മനുഷ്യർക്ക് ഉണ്ടാവുന്നത് ഈ ഫോണിൽ തന്നെ നോക്കി നമ്മൾ തന്നെ അവിടെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകും. കുറേ കാര്യങ്ങൾ ചെയ്യും, പിന്നെ ഒരു മടി പിടിച്ച് അവിടെ തന്നെ ഇരിക്കും. ഫോണിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതാണ് ഇന്നത്തെ ഒരു സെക്ഷൻ. ഇന്നത്തെ എപ്പിസോഡ് വളരെ കുഞ്ഞതാണ്. ഇത് നമ്മൾ ഇൻട്രൊഡക്ടറിയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഹോബിയോ എന്തെങ്കിലും സംഭവങ്ങളോ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ശരി, എന്നാൽ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഹാപ്പി ന്യൂ ഇയർ 2026. നിങ്ങളുടെ ഈ വർഷം വളരെ ശുഭകരവും സന്തോഷപ്രദവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ 5-ാം തീയതി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. Thank you guys. Bye.